ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ US കാനഡ ട്രിപ്പിൻ്റെ 6ാമത്തെ ദിവസമാണ്. ഞാൻ 3 ദിവസം ഷിക്കാഗോയിലായിരുന്നു. അതവിടെ നിന്ന് ടൊറൻറ്റോയിലേക്ക് എത്തി. ഇപ്പോൾ ടൊറൻറ്റോയിലാണുള്ളത്. ഇപ്പോൾ എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മോൺട്രിയലിലേക്ക് പോകാമെന്നുള്ളതാണ്. 2 ദിവസം ഞാൻ ടൊറൻറ്റോയിലുണ്ടായിരുന്നു. ടൊറൻറ്റോയിൽ സിറ്റി ലിമിറ്റ്സിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കരുതി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിറ്റിയിൽ തന്നെ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സോ അത് കാരണം മോൺട്രിയലിലേക്ക് പിടിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ 4 ദിവസം കൂടെയാണ് എൻ്റെ ട്രിപ്പിൽ ബാക്കിയുള്ളത്. അത് മോൺട്രിയലും ക്യൂബക് സിറ്റിയിലും കൂടെ ആയിട്ട് ഇത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ബസ് പിടിച്ചു. എനിക്കിനി പോകേണ്ടത് നേരെ യൂണിയൻ സ്റ്റേഷനിലേക്കാണ്. യൂണിയൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, അതൊരു ട്രാൻസ്പോർട്ട് ഹബ്ബാണ്. അത് ട്രെയിൻസും ബസ്സസും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെയിൻ ഹബ്ബാണ് ഇവിടുത്തെ ടൊറൻറ്റോയിൽ. അവിടെ നിന്നാണ് ഒരുമാതിരി ഇൻട്രസ്റ്റേറ്റ് ബസ്സുകളും അതുപോലെ തന്നെ ട്രെയിൻസും മെട്രോസും എല്ലാം വരുന്ന ഒരു സ്റ്റേഷനാണത്. രാവിലെ 9 മണിക്കാണ് എനിക്ക് അവിടെ നിന്ന് ബസ്സുള്ളത്. ഇവിടെ നിന്ന് ഏതാണ്ടൊരു 7 മണിക്കൂറോളം എടുക്കും മോൺട്രിയലിൽ ചെല്ലാൻ വേണ്ടിയിട്ട്. ഇതാണ് യൂണിയൻ സ്റ്റേഷൻ. ഇപ്പോൾ നമ്മൾ യൂണിയൻ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. യൂണിയൻ സ്റ്റേഷനിൽ തന്നെ 2 ഭാഗങ്ങളായിട്ടാണ്. ഒന്ന് റെയിൽവേ ഇതാണ് സർവീസുകളുടെ ഇതാണ്. പിന്നെ ഉള്ളത് ബസ് ടെർമിനൽ. ബസ് ടെർമിനലിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ 2nd ലെവലിലാണ് ബസ് ടെർമിനൽ വരിക. അവിടെ നിന്നിട്ട് വേണം എനിക്ക് മോൺട്രിയലിലേക്ക് ബസ് പിടിക്കാൻ വേണ്ടിയിട്ട്. മെഗാ ബസ് എന്ന് പറഞ്ഞൊരു ബസ്സിലാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. 9 മണിക്കാണ് ഇവിടുന്ന് വിടുന്നത്. ഏതാണ്ടൊരു 3:55 അതാണ് അവിടെ എത്തുന്ന സമയം അവർ ടിക്കറ്റിൽ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ബസ്. ഞാനിപ്പോൾ കയറിയിരിക്കുന്ന ബസ് ഡബിൾ ഡെക്കറാണ്. ഇപ്പോൾ കാണുന്നതെല്ലാം ഇവിടെ ഈ ഷോർട്ട് ഡിസ്റ്റൻസ് പോകുന്ന ബസ്സുകളായിരിക്കും. ലോങ് ഡിസ്റ്റൻസുകൾ പോകുന്ന മെയിൻ ബസ്സുകളെല്ലാം ഡബിൾ ഡെക്കേഴ്സാണ്. നല്ല കംഫർട്ടബിൾ ആണ് ബസ്സെല്ലാം. നല്ല റിക്ലൈനർ സീറ്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈഫൈ അവൈലബിൾ ആണ്, പവർ സോക്കറ്റ്സ് അവൈലബിൾ ആണ്, പിന്നെ ക്ലീൻ ആണ്. ആവശ്യത്തിന് ലെഗ് റൂം ഉണ്ട്. ഇതെല്ലാം ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത ബസ് സർവീസാണ് ഇതിൻ്റെ. ആക്ച്വലി എൻ്റെ പ്ലാൻ ഇന്നലെ രാത്രി തന്നെ പോകണമെന്നായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയെല്ലാം ബസ് ചാർജ് ഭയങ്കര കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നത് രാത്രി സർവീസ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. മോർണിംഗ് സർവീസിലേക്ക് ആൾക്കാർ കുറവാണ്. അതുകൊണ്ടായിരിക്കും മോർണിംഗിലെല്ലാം റേറ്റ് കുറവുള്ളത്. ഇന്നലെ രാത്രി പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സുകൾ നോക്കുമ്പോൾ അതായത് മോർ ദാൻ $200 ആണ്. അതായത് കനേഡിയൻ ഡോളേഴ്സാണ് ഇവിടുന്ന് ടൊറൻറ്റോ വരെ പോകാനുള്ള ചാർജ്. പക്ഷേ ഈ ട്രിപ്പ് എനിക്ക് കിട്ടിയത് $77 ഈ മോർണിംഗിലെ ഇത്. പ്ലസ് കുറച്ച് ഫ്യൂവൽ സർചാർജ്, പിന്നെ ടാക്സ് എല്ലാം അടക്കം എന്തെങ്കിലും അല്ലറ കൂടും. ഇപ്പോൾ ടൊറൻറ്റോ യൂണിയൻ സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ കയറിയത്. ഇത് കഴിഞ്ഞ് ടൊറൻറ്റോയിൽ തന്നെ ഒരു കുറച്ച് അപ്പുറത്ത് മാറിയിട്ടുള്ളൊരു വേറൊരു ബസ് ടെർമിനലാണിത്, സ്കാർബോറോ എന്ന് പറഞ്ഞിട്ട്. അതായത് കുറച്ചൊരു ഔട്ടർ എന്ന് പറയാം. ഇവിടെ നിന്നാണ് കൂടുതൽ ആൾക്കാരും കയറുന്നത് കണ്ടത്. ടൊറൻറ്റോ എന്ന യൂണിയൻ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ആൾക്കാരെ കയറേണ്ടായിരുന്നു. ഓൾമോസ്റ്റ് കാലിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ കയറി. എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പോൾ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും. കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ താമസിക്കുന്ന ടൗണിൽ സിറ്റി ലിമിറ്റ്സ് വിട്ടിട്ട് പുറത്തേക്കായിരിക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ കയറി ഉണ്ടാവുക. എന്നിരുന്നാലും ബസ് നിറഞ്ഞിട്ടൊന്നുമില്ല. 2 ഫ്ലോറുള്ള ബസ്സാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോഴും കുറേ സീറ്റുകളെല്ലാം കാലിയാണ്. അത് കഴിഞ്ഞൊരു ഏതാണ്ടൊരു അരമണിക്കൂറിന് ഓടിക്കഴിഞ്ഞപ്പോഴേക്കും തന്നെ സിറ്റി ലിമിറ്റ്സ് ഒക്കെ വിട്ട് നമ്മൾ പിന്നെ സബർബ്സിലേക്ക് പോയി തുടങ്ങി. അപ്പോൾ അതിൻ്റേതായ കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. അതായത് കുറേ ഗ്രീൻ ഫീൽഡ്സും പിന്നെ റിവേഴ്സ് എല്ലാം കാണാം. അങ്ങനെ പോകുന്ന വഴി കുറേ ടൗൺഷിപ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ റൂട്ടിൽ പോകുമ്പോഴുള്ള മെയിൻ കാഴ്ചകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര ഒരു സീനിക് റൂട്ടാണ് എന്നൊക്കെയാണ്
ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ജൂലൈ മാസം എന്നൊക്കെ പറയുമ്പോൾ അവിടെ സമ്മർ തുടങ്ങിയ സമയമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത്ര ഒരു സീനിക് ഇതൊന്നും അല്ല ഇപ്പോൾ കാണുന്നത്. ഇനി അങ്ങോട്ട് പോകെ എന്താവുമെന്നറിയില്ല. എന്താണ് ഫാം ലാൻഡ്സ് ഒക്കെയാണ് കൂടുതലുള്ളത് എന്നൊക്കെയാണ് ഞാൻ ഇതിൽ ഗൂഗിളിലൊക്കെ നോക്കിയാൽ കണ്ട് പോകുന്നത്. ഞാൻ പോകുന്ന റൂട്ടിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞ നല്ല സീനിക് റൂട്ട്സ് ആണ്, ഫാം ലാൻഡ്സ് ആണ് കൂടുതൽ. നമുക്ക് എന്താണ് ഈ കോണിൻ്റെ അതേപോലെ സോയാബീൻ ഇതിൻ്റെ എല്ലാം കൾട്ടിവേഷൻസ് ആയിരിക്കും പോകുന്ന വഴി കംപ്ലീറ്റ്. പിന്നെ എന്താ പറയുക, ഈ ഡയറി ഫാംസ് ഉണ്ടാവും എന്നൊക്കെയാണ് ഗൂഗിളിൽ കണ്ടിട്ടുള്ളത്. അതിപ്പോൾ സോഫാർ ഇതുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ചിലപ്പോൾ ഇനിയും കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഇതുപോലത്തെ ഇതെല്ലാം വരുന്നത്. ഇനി മെഗാ ബസ് സർവീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ നമ്മുടെ ഇതുണ്ടല്ലോ, ഈ എക്കണോമി ഫ്ലൈറ്റ്സിലെല്ലാം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യില്ലേ, അതുപോലെയാണ് ഇവരുടെ അഡ്വർടൈസ്മെന്റ് തന്നെ കണ്ട ബസ്സിന്റെ പുറകിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ടിക്കറ്റ് സ്റ്റാർട്ടിങ് ഫ്രം $1 എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇവരുടെ എന്താ പറയുക ഒരു ഇത് തന്നെ, എന്താ ഒരു അഡ്വർടൈസ്മെന്റ് തന്നെ. പക്ഷെ എപ്പോഴാണ് $1 കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കൊല്ലം മുമ്പൊക്കെ ബുക്ക് ചെയ്യുമ്പോഴായിരിക്കും അങ്ങനെ കിട്ടുകയെന്ന് അറിയില്ല. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്കണോമി ഫ്ലൈറ്റ്സ് പോലെ നമ്മൾ എത്ര നേരത്തെ ബുക്ക് ചെയ്യുന്നോ അത്രയും കുറഞ്ഞ ചാർജിൽ കിട്ടാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് മിനിറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോഴാണ് ഇതുപോലെ എന്താണ് കൂടുതൽ ചാർജ് എല്ലാം കൊടുക്കേണ്ടി വരിക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ $200 കൂടുതലാണ് നൈറ്റിൽ വേണ്ടിയിട്ട്. അതിപ്പോൾ വേറെ ഇനിയിപ്പോൾ ഒരു കോച്ച് കാനഡ എന്ന് പറഞ്ഞിട്ടൊരു ബസ് സർവീസും കൂടെ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, റേറ്റ്സ് എല്ലാം വളരെ കൂടുതലാണ്. പിന്നെ സെക്കൻഡ് ഓപ്ഷനായിട്ട് നമുക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻസ് ആണ്. ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതും ലാസ്റ്റ് മൊമെന്റിലൊക്കെ ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിക്കാൻ പോലും പറ്റില്ല, അത്രയും കൂടുതലാണ്. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ മൂന്നാമത്തെ സ്റ്റോപ്പായിട്ട് കിങ്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇത് ഇവിടെയാണ് നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് എന്താണ് ഒരു ബ്രേക്ക് എല്ലാം ഉള്ളത്. അതായത് ഭക്ഷണം കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലും ടോയ്ലറ്റ് ബ്രേക്ക് ഒക്കെ ആയിട്ടുള്ളൊരു ബ്രേക്ക് ഉള്ളൊരു സ്ഥലമാണിത്, ഇടയ്ക്ക് പോകുന്ന വഴിക്കുള്ള. ഏതാണ്ട് ഒരു 3 മണിക്കൂർ ഓടി കഴിയുമ്പോഴാണ് നമ്മൾ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഡബിൾ ഡെക്കർ ബസ്, ഈ മെഗാ ബസ്സിൻ്റെ. ഇതുപോലത്തെ ഒരു ബസ്സിനകത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കണ്ടില്ല, അതിനകത്ത് $1 എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് അവരുടെ ടാഗ് ലൈൻ. എല്ലാ ബസ്സിനും കാണാം സ്റ്റാർട്ടിങ് ഫ്രം $1 എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു 15-20 മിനിറ്റോളം ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ നിന്ന് വിട്ടു. ഈ കിങ്സ്റ്റൺ എന്ന് പറയുമ്പോൾ അതായത് ഓൾഡ് കാനഡ, അതായത് ആ സമയത്ത് ഒരു 2-3 കൊല്ലം കാനഡയുടെ ക്യാപിറ്റലായിരുന്നിട്ടുള്ള സ്ഥലമാണ്. അതിൻ്റെ ഹിസ്റ്ററി എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് പറയാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ എന്താ ഓരോരുത്തർ എന്താ പറയുക അത് വന്നിട്ട് ക്യാപ്ചർ ചെയ്തതും അത് കഴിഞ്ഞ് അതിൽ നിന്ന് വേറെ ആൾ പിടിച്ചെടുത്തും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ ഒരു 3 കൊല്ലം, അതായത് 1841 മുതൽ 1844 വരെ ഇതായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതായത് ഓൾഡ് കാനഡയുടെ ക്യാപിറ്റലായിട്ടുള്ള സ്ഥലമായിരുന്നു കിങ്സ്റ്റൺ. ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഫാം ലാൻഡ്സ് ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാണാം എന്നല്ലാതെ മെയിനായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കുറേ ടൗൺഷിപ്സ് കാണാം, കുറേ അതിൽ ഈ ഓപ്പൺ ലാൻഡ്സ് കാണാം. വിചാരിച്ചത്ര ഒരു ഗ്രീനറി ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ പണ്ട് ഇതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് ഇപ്പോഴും ഓർമ്മ വരും, നമ്മുടെ ന്യൂയോർക്കിൽ നിന്ന് നാഗ്രയിലേക്ക് പോകുന്ന റൂട്ടുണ്ട്. അതുപോലെ തന്നെ ബസ്സിൽ തന്നെ ഞാൻ പോരുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതും ഏതാണ്ട് ഈ ഒരു സമയത്ത് തന്നെ, അതായത് കഴിഞ്ഞ കൊല്ലം ഒരു ജൂൺ മാസത്തിലായിരുന്നു ഞാനത് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതെനിക്ക് തോന്നണത് കുറച്ചൊരു ഇത് കുറവുണ്ട്. അതായത് ഞാൻ വിചാരിച്ചത്ര നമ്മുടെ എക്സ്പെക്ടേഷൻ്റെ അത്ര ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ വിചാരിച്ച, അതായത് ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്ത് റൂട്ടിനെ പറ്റിയിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് പറയുന്നതെല്ലാം ഭയങ്കര അടിപൊളി സീനിക് റൂട്ടാണ് എന്നൊക്കെയാണുള്ള ഒരു ഇതാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്രയൊന്നും ഇത് നമ്മുടെ ഒരു നോർമൽ ഒരു എന്താ പറയുക ഒരു കാഴ്ചകളൊക്കെ തന്നെയുള്ളൂ. കുറേ ഇടയ്ക്കിടയ്ക്ക് കുറേ ഇത് വരും, ടൗൺഷിപ്സ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ ഓപ്പൺ ലാൻഡ്സ് വരും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ മോൺട്രിയാലിൽ പോവുക, മോൺട്രിയാലിൽ 2 ദിവസം നിൽക്കുക, അത് കഴിഞ്ഞിട്ട് നേരെ ക്യൂബെക് സിറ്റിയിലേക്ക് പോവുക, അവിടെയും 2 ദിവസം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്.
പക്ഷേ ക്യൂബെക് സിറ്റിയിൽ 2 ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യൂബെക് സിറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് മോൺട്രിയാലിൽ വന്നിട്ട്, അതായത് മോൺട്രിയാലിൽ നിന്ന് ക്യൂബെക് സിറ്റിയിലേക്ക് പോകാൻ 3 മണിക്കൂറുള്ളുണ്ട്. 3 മണിക്കൂറിൽ കൂടുതലെടുക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് മോൺട്രിയാലിൽ വന്നിട്ട് എനിക്ക് ടൊറൻറ്റോയിലെത്തണം. ടൊറൻറ്റോ എന്നാണ് എൻ്റെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അത് ഒരു പ്രാക്ടിക്കൽ ഇതാണോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഞാൻ എന്തായാലും മോൺട്രിയൽ എത്തിയതിനു ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കി എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ നോക്കിയിട്ട് പിന്നെ ക്യൂബെക് സിറ്റിയെ പറ്റി തീരുമാനിക്കാം എന്നാണ് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും ഞാനിപ്പോൾ മോൺട്രിയാലിലേക്ക് പോകുന്നുണ്ട്. മോൺട്രിയാൽ എന്തായാലും ഞാൻ 2 days ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ക്യൂബെക് സിറ്റിയെ പറ്റി ആലോചിക്കുള്ളൂ. ഇനിയിപ്പോൾ അതൊരു ഇതാവണമെന്നുണ്ടെങ്കിൽ, ഒരു റിസ്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ടൊറൻറ്റോയിലെത്തുന്ന ഞാൻ ക്യൂബെക് സിറ്റിയിലേക്ക് പോയതിന് ശേഷം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മോൺട്രിയാലിൽ നിന്ന് ഇനിയൊരു 3 മണിക്കൂർ 3-3.25 മണിക്കൂർ ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്യൂബെക് സിറ്റിയിലെത്തുള്ളൂ. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഞാൻ പോവുകയാണെങ്കിൽ തന്നെ അന്ന് രാത്രി തന്നെ ഞാൻ തിരിച്ചു വരേണ്ടി വരും. പിറ്റേ ദിവസം രാവിലെ മോൺട്രിയാൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോൺട്രിയാലിൽ നിന്ന് ബസ് പിടിച്ചിട്ട് എനിക്ക് തിരിച്ച് ടൊറൻറ്റോയിൽ വരും. അതായത് മോൺട്രിയാൽ ടു ടൊറൻറ്റോ വരണമെങ്കിൽ ഇനിയും ഒരു 7 hours ട്രാവലാണ്. ഒരു ഏർലി മോർണിംഗ് ആ ടൈമിലാണ് എൻ്റെ ഫ്ലൈറ്റ് വരിക. അപ്പോൾ അത് എനിക്കറിയില്ല എത്രമാത്രം അത് പ്രാക്ടിക്കൽ ആവുമെന്നുള്ളത്. എനിവേസ് ഞാൻ മോൺട്രിയാലിൽ പോയതിന് ശേഷം അത് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഇടയിൽ വന്ന മാറ്റങ്ങളാണ്. എൻ്റെ പ്രോഗ്രാംസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ല. എൻ്റെ ആകെയുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിക്കാഗോയും ടൊറൻറ്റോയും മാത്രം ഉണ്ടായിരുന്നു. ഷിക്കാഗോയിൽ ഞാൻ പോയിട്ട് ഒരു 5 ദിവസം നിൽക്കാം, അത് കഴിഞ്ഞ് ബാക്കിയുള്ള 5 ദിവസം ടൊറൻറ്റോയിൽ നിൽക്കാം എന്നൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. ഷിക്കാഗോയിൽ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ അവിടെ അധികം ഇറങ്ങി കാണാൻ മാത്രമുള്ള സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഔട്ടേഴ്സിലേക്കൊക്കെ പോകണം. നയാഗ്ര പോയ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നയാഗ്ര ഞാൻ US സൈഡിൽ നിന്ന് നയാഗ്ര കണ്ടിട്ടുണ്ടെങ്കിലും കാനഡ സൈഡിൽ നിന്ന് നയാഗ്ര കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ നയാഗ്രയുടെ നല്ലൊരു വ്യൂ കിട്ടുക. അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 ദിവസം ഞാൻ നിന്നു. 3 ദിവസം കംപ്ലീറ്റ് ഒന്നും പറയാൻ പറ്റില്ല. 3ാമത്തെ ദിവസം ഞാൻ ഒരു ടൊറൻറ്റോയിലേക്ക് വിട്ടു. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഷിക്കാഗോയിൽ വന്നിറങ്ങുന്നത്. അപ്പോൾ അന്നത്തെ ഹാഫ് ഡേ, പിന്നെ 2 ദിവസം, അങ്ങനെ 2.5 ദിവസം. 3ാമത്തെ ദിവസം ഞാൻ ടൊറൻറ്റോയിലേക്ക് വണ്ടി കയറി. കുറച്ചൊക്കെ ഇവിടെ ഞാൻ ഷോർട്ടൻ ചെയ്തു എൻ്റെ പ്ലാനെല്ലാം. ഷിക്കാഗോയിലുള്ളത് അവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നയാഗ്രയിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലം നയാഗ്രയിൽ US സൈഡിൽ നിന്ന് പോയിട്ട് നയാഗ്ര കണ്ടതാണ്. അത് കാരണം പ്രാവശ്യം അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ കൂടുതൽ ടൈം, അതായത് 10-12 ദിവസം US-ലുണ്ടായിരുന്ന കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന സ്ഥിതിക്ക് പ്രാവശ്യം കൂടുതൽ ടൈം കാനഡയിൽ സ്പെൻഡ് ചെയ്യാന്നുള്ള ഇതിലാണ് നേരെ കാനഡയിലേക്ക് വെച്ച് പിടിച്ചത്. ഇവിടെയും ടൊറൻറ്റോയിലെത്തുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സിറ്റി വൈബും കാര്യങ്ങളൊന്നും അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. മറ്റേതൊക്കെ ക്യൂബെക് മോൺട്രിയാൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു യൂറോപ്യൻ ഇതിനോട് കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. എനിക്കാണെങ്കിൽ യൂറോപ്പിനോടാണ് കുറച്ച് താല്പര്യം കൂടുതലും. ഇതാണ് ഫൈനൽ സ്റ്റേഷൻ. ഇവിടെയാണ് ബസ് സർവീസ് അവസാനിക്കുന്നത്. അതായത് മോൺട്രിയാലിലേക്ക് വരുന്ന മെഗാ ബസ് സർവീസും കോച്ച് കാനഡയുടെ സർവീസൊക്കെ ഇവിടെ വന്നിട്ടാണ് അത് ആൾക്കാരെ ഇറക്കുക. അതിനോട് അധികം ദൂരമില്ലാതെ തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഞാൻ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. കൂടുതൽ ആൾക്കാരും സ്പാനിഷും പിന്നെ കുറച്ച് ഫ്രഞ്ചുമാണ് ഇവിടെ സംസാരിക്കുന്നത്. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് അവിടെ ഇന്ത്യക്കാരനെ കണ്ടു, പഞ്ചാബി. പുള്ളിയാണ് എനിക്ക് കുറേ ഇൻഫർമേഷനൊക്കെ തന്നത്. ഏത് റൂട്ട് പോകണം, എങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റും, ഏത് മെട്രോയിൽ കയറണം, എവിടെ ഒന്ന് ലൈൻ ചേഞ്ച് ചെയ്യണം, പിന്നെ എന്ത് കാർഡാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങളവിടെ കണ്ടിട്ടില്ലേ, സോർട്ടി എന്ന് യൂസ് ചെയ്യണം, അതിൻ്റെ അർത്ഥം എക്സിറ്റ് എന്നാണ്. ഇങ്ങനെയാണ് എല്ലാ ബോർഡുകളും. എല്ലായിടത്ത് ചെന്ന് കഴിഞ്ഞാലും ഈ സ്പാനിഷിലുള്ള ബോർഡുകളാണ് കൂടുതൽ കാണുന്നത്. ഞാൻ ഈ മെട്രോ ഇവിടുന്ന് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് കുറച്ച് ദൂരമുള്ളൊരു 10-15 മിനിറ്റ് മെട്രോയിൽ പോകാനുള്ള ദൂരമുള്ള ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ഹുക്കാം പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ് ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു സെൻറ്റനി സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അവിടെ ബുക്ക് ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് ടൗൺ, അതായത് മോൺട്രിയാൽ ഓൾഡ് ടൗൺ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ്. അവിടേക്ക് ഒരു 15-20 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അതുകൊണ്ടാണ് ഈ സ്ഥലം ഞാൻ ഓപ്റ്റ് ചെയ്തത്. പിന്നെ റേറ്റ് വൈസ് നോക്കുമ്പോഴും അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. ഇതാണ് സെൻറ്റനി സ്ട്രീറ്റ്. ഇതൊരു ഹാപ്പനിങ് സ്ട്രീറ്റാണ് ഇവിടുത്തെ. ഇതവിടെ ചെന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് കുറേ റെസ്റ്റോറൻറ്റ്സും ഇഷ്ടംപോലെ മൾട്ടിപ്പിൾ കുസൈൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. ഞാനവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ അവിടെ എന്തൊക്കെയോ കുറേ ഒരു ഇവൻറ്റിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മിക്കവാറും ജൂലൈ 1 കാനഡ ഡേ, അതിനോടനുബന്ധിച്ചിട്ടുള്ളതാണെന്ന് അറിയില്ല. ജൂലൈ 2 കണ്ടില്ലേ, അതിനകത്ത് ഇഷ്ടംപോലെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളെല്ലാം അവിടെ കൊണ്ടിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഈ റോഡിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.